ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണിത്. അപ്പോൾ മിക്കവരുടെ കയ്യിലും റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നുറുക്ക് ഗോതമ്പൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ടാവും. എല്ലാവരും പായസവും ഉപ്മാവും ഒക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് നുറുക്ക് ഗോതമ്പ്, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ നുറുക്ക് ഗോതമ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ വരെ സോക്ക് ചെയ്യാൻ മാറ്റി വെക്കുന്നതാണ്. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കഴുകി സോക്ക് ചെയ്ത് വെച്ച വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരക്കാൻ വേണ്ടി വേറെ ഒന്നും ചേർക്കണ്ട. ഈ നുറുക്ക് ഗോതമ്പും വെള്ളവും മാത്രം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു പാകത്തിന് അരച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കണം. അപ്പോൾ ഒരു ചായരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ വല്ല ഉമിയൊക്കെ ഉണ്ടാവും, നുറുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു ഉമിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു ടോട്ടൽ നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഒരു 3/4 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഈ അരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിൽ നിന്ന് കറക്റ്റ് ആ ജ്യൂസൊക്കെ ശരിക്കും ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ആ ഉമിയിൽ നിന്ന് ശരിക്കും ആ ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നവരെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ അരിച്ച് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇത് ശരിക്കും പാല് പോലെ തന്നെ ഇരിക്കും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് അടുപ്പിൽ വെച്ച് ഇതൊന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കാച്ചിയെടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടത് തുടരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനൊരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ വാനില എസൻസാണ് ചേർക്കുന്നത്. വാനില എസൻസ് ഇല്ലെങ്കിൽ ഒരു 2 ഏലയ്ക്ക ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുത്താലും മതി. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസാണ് ചേർക്കുന്നത്. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഈ ഗോതമ്പിൻ്റെ ആ ഒരു പാല് ശരിക്കും ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കുറുകിയും വരുന്നുണ്ട്. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം ഇനി, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇത് അറ്റത്തു നിന്നൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണിത്. അതുമാത്രമല്ല, കുടിക്കാനും ഒരു മിൽക്ക് ഷേക്ക് പോലെ തന്നെ കുടിക്കാനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ്. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം. ഇത് ഞാൻ ചൂടാറ്റി എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ കണ്ടോ, ഒന്നുകൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചൂടാറി വരുമ്പോൾ ഒന്നുകൂടെ കുറുകി ഇരിക്കും. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്നൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനൊക്കെ കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വളരെ നല്ലൊരു ഡ്രിങ്കാണിത്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ഇല്ലെങ്കിലും സാരമില്ല, വെറുതെ പാലാണെങ്കിലും ഒഴിച്ചാൽ മതി. മിൽക്ക് പൗഡർ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, മധുരത്തിൻ്റെ അളവനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1/2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ച് ഈ ഒരു പാകത്തിനൊന്ന് അരച്ചെടുക്കണം, ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ടോട്ടൽ 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 1/2 ഗ്ലാസ് പാലേ മിൽക്ക് ഷേക്കിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊരു 2 സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്ക് റെസിപ്പിയാണ്. എല്ലാവരും നുറുക്ക് ഗോതമ്പ് കയ്യിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അധികം ചിലവൊന്നുമില്ലാത്ത റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.